യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ശിമിശിഹായുടെ വിശ്വസവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർത്തി നിമിഷയായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറത്തുന്ന നിമിഷയായി നിന്റെ ദാസിന്റെ പാപങ്ങൾ പുറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ആഡംബരവും കൗടിയുമില്ല നാശോന്മുഖമായി പോകുന്നു ഞാൻ അതിലേ നിങ്ങൾ പോയിട്ടായി കുഴപ്പമുണ്ടായി. ഇതിലേ വന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവരെ അങ്ങോട്ട് മാറ്റാം, നിങ്ങൾ ഇങ്ങോട്ട് മാറില്ല. അതിലേ അങ്ങോട്ട് കിടത്തുക.
എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൽ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ, സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജളികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ
കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ. ദൂതർ വിളിക്കും കാഹളനാദം, വിധി നാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും, ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിനവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ അരൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി. ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം. ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു. ദൈവിക ദൂതൻ ധരയിലിറങ്ങി, കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. നീ അവർക്ക് പാനീയം കൊടുത്തു. വൈദാഹത്താൽ വലയും ദരതൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണമഭയം ഞങ്ങൾക്കുലകിൽ.
കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ നാഥ സകലേശ, നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ. വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു, സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ. പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥാ കനിവോടെ തൃക്കൻ പാർക്കണമേ. കണ്ണുനീരുകൊണ്ടെന്റെ കടക്ക ഞാൻ നനച്ചു, നാഥാ പാപിനിയാ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോൾ ഹൃദയം തരളിതമായി സഹതാപാകുലമായി പൊറുതിയവൾ കരുളി. കർത്താവേ കാരുണ്യം വർഷിക്കണമേ, പശ്ചാത്താപത്താലൊഴുകുന്നെൻ കണ്ണീർ കണ്ടു കനിഞ്ഞാലും ദൈവാനുഗ്രഹം. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. സമാധാനം. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷ കഴിയുന്ന മരിച്ചവരെ വേർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ ഭരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനം ഞങ്ങൾ ആരാധിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെ ഭരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ദൈവത്തിന്റെ ഭവനമേ, നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളായ എൻ്റെ ആത്മാവിൽ പ്രഭാവനം തരികയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരെ ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളായ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, സൃഷ്ടിക്കുകയും മരണവിധരാകിയ മരണശേഷം ഗർഭിച്ചവരും പക്ഷേരാകുകയും എന്ന ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ
ശപിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നുള്ള സകലത്തിന്റെ നാഥനാധികം നിന്നെ വീട്ടിന്റെ മുഖത്തോടുകൂടി അവസാന ദിവസം നിന്നെ വലത് ഭാഗത്തിർത്തട്ടെ. നീ സ്വീകരിച്ച വിശ്വദാശ്രമത്തിന് ദൈവത്തിന്റെ ആശ്രിതങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. മനുഷ്യ നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നുള്ളത് ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകൾ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാകളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദികളുള്ളവയെല്ലാം ദൈവമായി എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്ന നിരവധിയാമെൻ പാവങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. തീർത്ഥങ്ങളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ചരിതകളാം സാറായേശ്വരത്തോടും കൂടെ കടശീലുദ്ധാനം നിരരാങ്കനി വർണ്ണരുടട്ടെ കർത്താവഖിലേശൻ. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മണിഞ്ഞൊരുവൻ മഹിമം തുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. മിശികാകർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമം തുതിയോടെ. കാട്ടൊരു തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവ് നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവൻ എൻ്റെ ഒരു നാമത്തിന് സ്തുതി. സജീവനായ ദൈവത്തെ ദാഹിക്കുന്നു. എന്റെ ദൈവത്തെ കാണും. ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്റെ ഉടനോ എന്റെ ദൈവോട് അവൾ നിത്യവനെ പരിഹസിക്കുന്നു.
എന്റെ ആത്മാവെ നീ എന്തിനു നിരാശപ്പെടുന്നു, നീ എന്തിനു വിശ്വാസിറങ്ങുന്നു, കാട്ടൊരു തേടി നടക്കുന്ന മാൻപയുടെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഓർപ്പിക്കുന്നതിന് എന്റെ ഒരു നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, മരിച്ചവരെ നീ കരുണാവരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതിഷ്ഠ മനമടഞ്ഞവരെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെ നാഥനാദിവൻ തന്നെ നീതിമാന്മാരോട് വിശുദ്ധരോടും കൊണ്ട് കൃഷ്ണമായ ഉയർപ്പ് മഹനീയമാ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്നവർ സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുവാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മോദി ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉടൻ തന്നെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. മുത്താനുള്ളവർ
നിർവഹിക്കുവിൻ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന്. അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും. എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ കാത്തിരിക്കും ആശയാർന്നി ശാന്തി ഭൂമിയിൽ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥ, നിന്റെ കാരുണ്യമളവറ്റതല്ലേ. സർവം പൊറുക്കണേ നാഥ, നിന്റെ കാരുണ്യമളവറ്റതല്ലേ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ.
ചെയ്തനാഥ മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്തനാഥ നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ സ്വർഗ കവാടം തുറക്കൂ നാഥ കാരുണ്യവായ്പോടെ നോക്കൂ നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ സ്വർഗ കവാടം തുറക്കൂ നാഥ കാരുണ്യവായ്പോ